എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകപ്പാടെ തകർന്നു നിൽക്കുവാണ് ആകാശ്. SI ജോർജ് കൊണ്ടേ കൊടുത്ത ആ ഒരു പേപ്പർ കണ്ടിട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയി. തന്റെ 70 കോടി രൂപ കണ്ണിൽ കൂടെ പോയെന്നുള്ള കാര്യം ആകാശിന് മനസ്സിലായി. കാരണം ഇത് ഗവൺമെന്റ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് താൻ വാങ്ങിയത്. തനിക്ക് ചതി പറ്റിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം ആകാശ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം ഇഷിതയും സ്വപ്നവലിയും രാമനാഥനൊക്കെ ഇങ്ങോട്ട് നിൽക്കുവാണ്. ന്യൂസൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ഇഷിതയെന്ന് സ്വപ്നവല്ലിയോട് പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞേ? ഭർത്താവിനെ അനുസരിക്കണം എന്നല്ല പറഞ്ഞേ, അത് തിരിച്ചു ആകാം. ഭാര്യമാര് പറയുന്ന പല കാര്യങ്ങളും ഭർത്താക്കന്മാര് കേട്ടെന്ന് വെച്ചോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ അതിന് ഉദാഹരണം കണ്ടോന്ന് ചോദിക്കുവാണ്. ഭാര്യമാര് പറയുന്ന കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് കയറി പോവാ. ഒരു നിമിഷം സ്വപ്നവലി നാണം കെട്ടുപോയി. ഈ സമയം രാമനാഥൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോൾ ഒരു കാരണവശാലും മഹേഷിനെതിരായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന്. ഇപ്പം മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാല് ഇഷിതയുടെ രൂപത്തില് ദൈവം നിന്നെ സഹായിച്ച മഹേഷെ, ആ ലേലം ഇഷിത എങ്ങാനും പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ 70 കോടി രൂപ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. മഹേഷ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹേഷിനോട് പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു, ചെല്ല് അവളോട് ചെന്ന് സോറി പറയാണ്. പിന്നീട് സ്വപ്നവല്ലിയോട് പറഞ്ഞു, ആൾക്കാരെ നമ്മൾ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. പ്രത്യേകിച്ച് നിന്റെ മരുമോളെ. അവൾ ഒരിക്കലും ഈ കുടുംബത്തിന് അനർത്ഥം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല എന്ന് പറയാ. ഒരു പക്ഷേങ്കിൽ അവൾക്ക് ഇതിനെക്കുറിച്ച് മുൻപ് അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവള് ഇത് ലേലത്തിൽ പിടിക്കാതിരുന്നേ എന്ന് പറയാണ്. പിന്നീട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ്. ഇഷിതയോട് സോറി പറയണമല്ലോ. അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഇഷിത ഇങ്ങനെ ആലോചിക്കുവാണ്. കാരണം ആ ലേലം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഇഷിത പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് മഹേഷിനോട് പറഞ്ഞു, അതെ ചിപ്പിമോളെ വിളിക്കുന്നു, ഒരു മിനിറ്റ് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറയാണ്. മഹേഷിന്റെ സമ്മതം വാങ്ങാതെ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുക ചെയ്തേ. അത് പക്ഷേങ്കിൽ വിളിച്ച ഇഷിതേനെ പരിചയമുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. കാരണം അയാൾ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അയാളും ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന. പിന്നീട് അയാൾ ഇഷിതനെ അങ്ങോട്ട് വിളിപ്പിച്ച് കഴിയുമ്പോൾ ഇഷിത അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ സാർ കാര്യം എന്താന്ന് ചോദിക്കാം. അത് പിന്നെ ഡോക്ടറോടുള്ള എൻ്റെ പ്രത്യേക പരിഗണന വെച്ച് പറയാം. കാരണം എൻ്റെ കുട്ടീനെ രക്ഷിച്ച ഡോക്ടറല്ലേ. അതെ, ഒരു കാരണവശാലും ഇത് ലേലത്തിൽ പിടിക്കരുത് ഈ പ്രോപ്പർട്ടി എന്ന് പറയാം. അതെന്താ കാര്യം? ഇത് ഗവൺമെന്റ് ലീസിന് വെച്ചിരിക്കുന്നതാണ്. ഗവൺമെന്റ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തുക നഷ്ടമായി പോകുന്നു. ഇത് കേട്ടതും ഇഷിതയ്ക്ക് സമാധാനമായി. കൃഷ്ണൻ ഒരു പക്ഷെങ്കിൽ ചതി പറ്റിപ്പോയേനോ. അയാൾ ആ ഇൻഫർമേഷൻ ആ സമയത്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ മഹേഷ് പെട്ടുപോയേനം. അതാ കാര്യങ്ങളൊക്കെ ഇഷിതയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പോഴേക്കുമാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് വന്ന് ഇഷിതയുടെ അടുത്തിരിക്കാൻ ശ്രമിച്ചു. അല്ലേ വേണ്ട, ഒരു കൈ അകലത്തിരിക്കാം, വല്ല തല്ലും തന്നാലോ എന്ന് കരുതി ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. പിന്നീട് ഇഷിതയോട് പറഞ്ഞതേ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, പറയാനും പാടില്ലാത്ത. എന്ത് ചെയ്യാൻ പറ്റും? അന്നെങ്കിൽ ഒരു വാക്കൊന്ന് പറയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടി ലീസിന് അത് പിടിക്കരുത്, അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ പറയായിരുന്നു. ഗവൺമെന്റ് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാന്നൊക്കെ ഒന്ന് പറയായിരുന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? കാരണം വെട്ടാൻ വരുന്ന പോത്തിനോട് ഞാൻ ഡോക്ടർ ഇഷിതയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് നമ്മുടെ മുന്നിൽ നിന്ന് തരില്ലല്ലോ. ഇത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇഷിതയും കൂടെ എഴുന്നേറ്റ് പോവാണ്. മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതും ചീറ്റിപ്പോയി. ആകപ്പാടെ വിഷമായി പോയി മഹേഷിന്. ഈ സമയം സ്വപ്നവലി നേരെ രാമനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ രാമ, എന്തൊരു ചൂടാണെന്നറിയാമെന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കറണ്ടില്ല. KSB വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം കറണ്ട് വരത്തുള്ളൂ. ഇവിടുത്തെ ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല. ഇത് കേട്ടതും സ്വപ്നവലി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരോടൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാമനാഥൻ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജനറേറ്റർ കുറച്ച് കഴിയുമ്പോഴത്തേനും വർക്കാക്കി ശരിയാവും. പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇനിയിപ്പം ഫുഡൊക്കെ പുറത്തുനിന്ന് വരുത്തേണ്ട വരുമെന്ന് തോന്നണേന്ന് പറയാണ്. ഇത് കേട്ടതും സ്വപ്നവലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യപ്പോൾ ഫുഡെങ്കിലും പുറത്തുനിന്ന് വരുത്ത്. അതായത് ഇപ്പം എന്ത് ചെയ്യണം? മിക്സിയൊക്കെ പ്രവർത്തിപ്പിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. ഇനിയിപ്പം ജനറേറ്ററും കൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ കറണ്ട് ഇല്ലാതിരിക്കേണ്ട വരും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഫ്ലാറ്റ് മൊത്തം റിന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട വരും കുറച്ച് നാളത്തേക്ക് എന്ന് പറയണം. സ്വപ്നവലി പറഞ്ഞു, അത് ശരിയാണല്ലോ എന്ന് പറയണം. അങ്ങനെ അവര് സംസാരിക്കുകയാണ്. ഈ സമയത്ത് സുചിത്ര വിനോദിനെ കാണാനായിട്ട് ചെല്ലുവാണ്. പിന്നീട് വിനോദുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സുചിത്ര ചോദിച്ചു, അല്ല എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയണേ. കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നേ? അതെ. എന്താ വിനോദ് ഒന്ന് ഞെട്ടിയോന്ന് ചോദിക്കും. ഞാനെന്താ ഞെട്ടുന്നേ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരുത്തന്നെ തോളിലേക്ക് ചാഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ടതും സുചിത്ര ചുറ്റുമൊക്കെ നോക്കി. പിന്നീട് വിനോദിന്റെ തോളത്തേക്ക് പോയി ചായ വേണം. ഓഹോ, അപ്പോൾ ഉറപ്പിച്ചോന്ന് ചോദിക്കും. ഞാൻ ഉറപ്പിച്ചു, ഇനിയിപ്പോൾ വിനോദിന്റെ ഇഷ്ടം.
എനിക്കെന്താ, എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും സുചിത്ര ഞാനൊരു കാര്യം ചോദിച്ചാൽ വിനോദ് സത്യം പറയും. എന്താ? വിനോദിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും. ആര്? അല്ല അനുഗ്രഹം എങ്ങാനും. താൻ എന്തോട് പറയണേന്ന് സുചിത്രയോട് വിനോദ് ചോദിക്കുക. അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, വിനോദിന് അവളോട് പ്രണയം മറ്റുണ്ടോ? ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എനിക്കൊന്നും അവൾക്ക് പ്രണയമുണ്ടെന്നാ തോന്നേ വിനോദിനോട്. അങ്ങനെയൊന്നും ഇല്ലടോ, അതൊക്കെ തന്റെ തോന്നൽ മാത്രമാണെന്ന് പറയണം. പിന്നീട് വിനോദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം തനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട വരുമോ? കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നോട് എനിക്ക് പ്രണയം തോന്നിയ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നില്ലേ? എന്നിട്ട് ഞാൻ അവളുടെ പുറകെ പോയോ? ആ സമയമൊക്കെ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഞാൻ അവളോടൊപ്പം പോയില്ലല്ലോ. അതെന്താ താൻ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും. ഇത് കേട്ടെന്ന് സുചിത്ര പറഞ്ഞു, വിനോദിനെ അറിയാലോ, ഒരു പ്രണയത്തിൽ പെട്ട ഞാൻ ചതി പറ്റിയ ആളാ. ഞാൻ അത്രമാത്രം വിഷമിച്ചു. ഇനി ഒരു ചതിയും കൂടെ പറ്റാനായിട്ട് എനിക്ക് ഇതിൽ ആവതില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, ഒരു പക്ഷേങ്കിലും അനുഗ്രഹിക്ക് വിനോദോട് പ്രണയമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാം, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ ചതിച്ചാൽ മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടും വിനോദ് പറഞ്ഞു, അങ്ങനെ എന്താ പേടിക്കണ്ടോ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിന്റെ കാര്യം തീരുമാനിക്കാന്ന് പറയണം. പിന്നീട് വിനോദ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, എനിക്ക് വീട്ടിൽ അങ്ങനെ പറയാൻ പറ്റില്ല, താൻ തന്നെ ഏട്ടത്തിയോട് പറ. ഏട്ടനാ തീരുമാനിക്കുന്നത്, ഏട്ടൻ തീരുമാനിക്കുന്ന പോലെ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ടപ്പം സുചിത്ര പറഞ്ഞു, അന്നെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയാൻ കാര്യങ്ങളൊക്കെ, ചേച്ചി സംസാരിക്കട്ടെ, മഹേഷിനോട് സംസാരിക്കട്ടെ എന്ന് പറയാം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നീങ്ങ. പിന്നെ കല്യാണം കഴിഞ്ഞ് തൻ്റെ പേര് ഞാൻ ഊർമിളാന്ന് ഇടൂന്ന് പറയണം. എന്താ അങ്ങനെ? അല്ല, ഊർമിളാന്ന് ഇട്ടാൽ മതി എന്ന് പറയണം. വേണ്ട, അത് വേണ്ടാന്ന് പറയാം. അതെന്താ? അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, ലക്ഷ്മണൻ എന്നായിരിക്കും അപ്പൊ വിനോദിന്റെ പേര്. അങ്ങനെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ലക്ഷ്മണൻ അങ്ങോട്ട് നടക്കും. പക്ഷെ ഊർമിള തനിച്ച് വീട്ടിലാവും, അതിന്റെ കാര്യമില്ലാന്ന് പറയാണ്. എന്റെ പേര് ഇത് തന്നെ മതി എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ചിപ്പിമോളെ സ്കൂളിൽ വിടാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഇഷിത. പിന്നീട് എന്ത് ചെയ്യണം, ബാഗൊക്കെ എടുത്ത് വെക്കണ സമയത്ത് ചിപ്പിമോള് ചോദിച്ചു, അല്ലമ്മേ, ഡാഡി അമ്മയും തമ്മിൽ വഴക്കാണെന്ന് ചോദിക്കുകയാണ്. എന്ത് വഴക്കോ? ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല, പിണക്കം മാറിയില്ല നിൽക്കും. എന്ത് പിണക്കം? അല്ല, എന്തോ ലേലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഡാഡി അമ്മയോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പറയാം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നീട് ഇഷിത ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിപ്പിമോളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതേ സ്കൂളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയണേ. എന്തിനാ? അല്ല, മോളിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു ചേട്ടനെ കൊന്നെന്നൊക്കെ സ്കൂളിൽ. അതെ മോളെ, അതൊക്കെ മറ്റേ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കാണണം കേട്ടോ. അങ്ങനെയൊന്നും ഒരിക്കലും ഇപ്പം ആരെങ്കിലും സ്കൂളിൽ ചെന്നാൽ പോലും എന്തെങ്കിലും മിഠായി തരുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തന്നാൽ മേടിച്ച് കഴിക്കരുത്. കടയിൽ നിന്നും പോലും കുട്ടികളൊന്നും പോയി വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ. ഇപ്പം ഏതെങ്കിലും പോകുന്ന വഴിക്ക് ചേട്ടന്മാർ മിഠായി തരാമെന്നും പറഞ്ഞ് വിളിച്ചാലും ചെല്ലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾക്ക് ഒരു ക്ലാസ് തന്നെ എടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ ഡാഡിയോ എന്നും പറഞ്ഞ് അങ്ങ് ചെല്ലുവാണ്. പിന്നീട് ഇഷിത പറഞ്ഞു, നിന്റെ ഡാഡിയുടെ വായിക്കാത്ത നാവുണ്ടെന്നാ ഇപ്പൊ തോന്നേ, ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണ. ഇത് കേട്ടതും മഹേഷിന് ആകെപ്പോഴും നാണക്കേടായിപ്പോയി. ഞാനും കൂടെ വന്ന് ഇഷ്ടപ്പെട്ടില്ല, പോയേക്കാന്ന് പറഞ്ഞങ്ങ് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് എന്നിട്ട് ആലോചിച്ച് എന്താ ചെയ്യണ്ടേ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അവളോടൊരു സോറ് പറയണം, സോറ് പറഞ്ഞ് ഈ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആക്കണം. അപ്പോഴേക്കുമാണ് സ്വപ്നവല്ലി കൊണ്ടുവന്ന് കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. എന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട്, രാമ, ഇത് വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകാനുള്ള പുഷ്പങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരം പോകുമ്പോൾ ഓർത്തെടുത്തോണ്ട് പോകണമെന്ന് പറയണം. ഇത് മഹേഷ് കേട്ടു. മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. ഒരു കാര്യം ചെയ്യാം, ഇതുകൊണ്ടൊരു പണിയുണ്ട് എന്ന് കരുതിയിട്ട് ആ പൂവിൻ്റെ ഇതളെല്ലാം അങ്ങോട്ട് എടുത്തു. അതുമായിട്ട് നേരെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ ബെഡേൽ സോറി എന്ന ആ പൂവിൻ്റെ ഇതളുകൾ വെച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് ഇഷിതേനെ ഒന്ന് കാണിക്കണം. എങ്ങനെ കാണിക്കും? ഒരു വഴിയുണ്ട്. പിന്നീട് എന്ത് ചെയ്യണം, മഹേഷ് ഫോണെടുത്ത് ഇഷിതേനെ വിളിക്കുകയാണ്. മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ചിപ്പിമോളോട് ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് വരുവാണ്. എന്താ മഹേഷേ, എൻ്റെ വാച്ച് കണ്ടില്ലെന്ന് പറയണം. അതിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ കണ്ടില്ലെന്ന് പറയണം. നോക്കി കഴിഞ്ഞപ്പോൾ ബെഡ് ഇരിപ്പുണ്ടായിരുന്നു. ഇതല്ലേ വാച്ചെന്ന് പറയണം. അങ്ങനെ വാച്ച് എടുത്തു കൊടുത്തിട്ട് അങ്ങ് പോകാൻ പറയുമ്പോൾ തന്നെ ബെഡെന്ന് പറയണം. ബ്രെഡ് വേണമെന്നോ? വേണ്ട, അതൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് ഇഷിത അങ്ങോട്ട് പോയി ചിപ്പിമോളുടെ അടുത്ത് പോയി ചിപ്പിമോളോട് വീണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് വീണ്ടും ലാപ്ടോപ്പ് കൊണ്ട് ആ ബെഡിലേക്ക് വെച്ചു. ബെഡിലേക്ക് വെച്ചിട്ട് ഇഷിതേനെ വിളിക്കുകയാണ്, എൻ്റെ ലാപ്ടോപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ചിപ്പിമോളോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കി. അങ്ങ് ബെഡേ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ടോ, അതെടുത്ത് കൊടുത്തിട്ട് പോയി. ഈ സമയം മഹേഷ് കൊടുത്ത് അതും ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? മൂന്നാമത് മൊബൈലും അങ്ങനെ വെച്ചു. അവസാനം ഇഷിതയ്ക്ക് നല്ല ദേഷ്യമായി. ഒരു സാധനം എടുത്ത് വെച്ചാൽ നോക്കത്തില്ല. കണ്ണിനകത്ത് തന്നെ കുരുടാണോ, നിങ്ങളുടെ കണ്ണ് അധികം വൈകാതെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇഷിത ചീത്ത പറയണം. ആ സമയത്ത് ഇഷിത ബെഡേലുള്ള പൂക്കളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണെങ്കിൽ മഹേഷിന് ആ പാടെ ഭ്രാന്തായി. മഹേഷ് വീണ്ടും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നിന്റെ എന്തോ ക്ലിപ്പോ ബുഷോ അങ്ങനെ എന്തോ ബെഡേ കിടക്കുന്നുണ്ട്, വന്ന് നോക്കാൻ പറയണം. ചിപ്പിയോട് പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നോക്കുമ്പോൾ കൃത്യം ആ സമയത്താണ്
കറണ്ട് വന്ന് ഫാൻ ഓണാകുന്നത്. ഫാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം പൂവ് അങ്ങോട്ട് വെതറി കട്ടിലെ കൂടെ. കാരണം മണിയറെ ഒരുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി. ഇഷിത വന്ന് ബെഡിലേക്ക് നോക്കുമ്പോൾ അവിടെ മൊത്തം പൂക്കൾ ചിതറി കിടക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇതാണ് കാര്യമില്ലേ, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയാണ് എന്നെ ഇങ്ങനെ വളച്ചു കെട്ടി കൊണ്ടുവന്നത്. ഇപ്പോഴെല്ലാ കാര്യങ്ങളും മനസ്സിലായത്. ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ചീത്ത പറഞ്ഞിട്ടും കൂടെ ഇറങ്ങി പോവാണ്. മഹേഷിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആകെപ്പാടൊരു നാണക്കേടായിപ്പോയി. ആ സമയം ആകാശാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ച് 70 കോടി രൂപ പോയല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വലപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോയി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല. ആകെപ്പാടെ നാണക്കേടായി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി ഒരു ടേബിളിൽ മൃണാളിനിയും വേറൊരു ക്ലയൻറ്റും കൂടി ഇരിക്കുന്നുണ്ട്. ഓഹോ, ഇപ്പം ഇവള് പുതിയ ആളെ പിടിച്ചോ. ഈ സമയത്ത് മൃണാളിൻ്റെ അടുത്തേക്ക് വെറ്റർ വന്നിട്ട് ചെന്താ വേണ്ടി നിൽക്കുമ്പോൾ 2 ജ്യൂസ് മതി എന്ന് പറയാണ്. അങ്ങനെ ജ്യൂസ് വന്നിപ്പോൾ അയാൾക്ക് ജ്യൂസ് കൊടുത്തിട്ട് മൃണാളിന് വിളിച്ച്, സാറിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചാനലിനകത്തൊരു പ്രൊമോഷൻ കൊടുക്കാം, എന്തുകൊണ്ടും നല്ലതായിരിക്കും. സാറിൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടെ കമ്പനി വളരെ സഹായമാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ഇങ്ങനെ മൈക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആകാശം ഓർത്തു, ഓ താനിപ്പോൾ പാപ്പരാന്ന് കരുതിയിട്ട് അവൾ പുതിയ ആളെ പിടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് വിളിക്കണമല്ലോ എന്ന് കരുതിയിട്ട് മൃണാളിനെ വിളിക്കുകയാണ്. മൃണാളിനെ ആദ്യം കോൾ എടുത്തില്ല, പിന്നെ കോൾ എടുത്തു. എന്താ ആകാശേ, ഞാൻ കുറച്ച് തിരക്കില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. താനപ്പോൾ പാപ്പരാന്ന് അറിഞ്ഞുകൊണ്ട് അവളെ തനിക്കിട്ട് പണി തരുന്ന. പിന്നീട് അയാളെ ക്യാൻവാസ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാളെ കൊണ്ട് എഴുന്നേറ്റ് പോയി. വീണ്ടും മൃണാളിനെ വിളിക്കുകയാണ് ആകാശം. ആകാശം വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാ നിൽക്കുക? ഞാൻ അത്യാവശ്യമായിട്ട് ചെന്നൈ വരെ വന്ന. ചെന്നൈയിലാന്ന് പറയണേ. ആണോ, ഞാനും ചെന്നൈയിലുണ്ടെന്ന് പറയാം. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം പറ്റില്ല, ഞാൻ എപ്പോഴും ബിസിയാന്നൊക്കെ പറഞ്ഞ് മൃണാളിനി പറയണം. ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു, നീയേ ഒരു കാര്യം ചെയ്യുക, തിരിഞ്ഞ് നിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ പറയണം. ഇത് കേട്ടത് അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആകാശനെ കണ്ടു. ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.